എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ നിരവധിയായി കമന്റിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന്. അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്തു. കുറച്ച് നേരം മുമ്പ് യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ തന്നെ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ച. ഈ രണ്ടാഴ്ചയിലുള്ളിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ റിസൾട്ട് വരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവരിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലേക്ക് അത് പെട്ടെന്ന് അറിയിക്കുക എന്നത് നമ്മുടെ ചാനലിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അതിനായി നമ്മുടെ ചാനൽ എന്തിട്ടുണ്ട്, ഒരു പ്രീമിയർ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്പം തന്നെ പബ്ലിക് ആക്കി വിടുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നാണ് അടുത്ത വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ പ്രവേശിച്ച ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിലോ ക്രോമിലോ പ്രവേശിച്ച ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ റിസൾട്ട്സ് നോട്ടിഫിക്കേഷൻ എന്നൊരു ലിങ്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണും. എക്സാമിനേഷൻ റിസൾട്ട്സ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ലിങ്ക് അവിടെ ഇല്ല. പക്ഷേ എന്ത് ചെയ്യും, റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് പറയാൻ പോകുന്നത്. CUCSS ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷ്ഡ്. CUCSS ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷ്ഡ്. CUCSS ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു. ഈ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നിലവിലിപ്പോൾ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമാണ് ലിങ്ക് അവിടെ വരിക. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അറിയാനുള്ള പ്രീമിയർ വീഡിയോയും നമ്മുടെ ചാനൽ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലോഡാണ്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് എന്താണ്, നമുക്ക് പ്രസിദ്ധീകരിക്കുമെന്നും പറയാം, പ്രസിദ്ധീകരിക്കില്ല എന്നും പറയാം. അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായൊരു ഡേറ്റ് അവർ മുൻതൂക്കമായിട്ട് പറയുന്നുമില്ല. അതാണ് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ കാര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നില്ല, ഒരു കൃത്യമായ ഡേറ്റ് ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുമെന്നൊരു കൃത്യമായൊരു ഡേറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പാക്റ്റ് ഡേറ്റ് ആയിട്ട് വിദ്യാർത്ഥികളോട് ദിസ് വീക്ക് ഈ വീക്ക് അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ നോട്ട് മറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു വിഷയത്തിന് 50 രൂപ തോതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നോട്ടൊക്കെ മേടിക്കാം. പല വിദ്യാർത്ഥികളും പറയുന്നൊരു പരാതിയാണ്, തങ്ങളുടെ കോളേജിലെ അധ്യാപകർ നോട്ട് നൽകുന്നില്ല എന്നൊരു പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾക്ക് ഒരു വിഷയത്തിന് 50 രൂപ നൽകുന്നതിലൂടെ നിങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. നിങ്ങൾക്കതിനായി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കിട്ടും. അങ്ങനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നോട്ട് മാത്രം ചോദിക്കും. അപ്പോൾ നോട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചതാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഈ നോട്ട് അയക്കുമ്പോൾ നമുക്കത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കത് എടുത്തു തരണമെങ്കിൽ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് പറയണം. ശേഷം പറ്റുമെങ്കിൽ നിങ്ങളുടെ സിലബസും ടോപ്പിക്കും അയച്ചു തരണം. പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഇയറും നിങ്ങൾ അഡ്മിഷൻ എടുത്ത വർഷവും, ഈ 3 ഡീറ്റെയിൽസും, ഈ 2 അത് ഒന്ന്
നിങ്ങളുടെ സിലബസ് അയച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്നും അതുപോലെ തന്നെ അഡ്മിഷൻ ഇയറും യൂണിവേഴ്സിറ്റി ഏതാണെന്നും അഡ്മിഷൻ ഇയറും യൂണിവേഴ്സിറ്റി ഏതാണെന്നും അഡ്മിഷൻ ഇയറും ഇത് രണ്ടും അയച്ചു തരേണ്ടത് നിർബന്ധമാണ്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രൈ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.